ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ്. ശ്രീലേഖ മിത്ര, ഒരു ബംഗാളി ആക്ട്രസ് ഡയറക്ടർ രഞ്ജിത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾ. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കോണ്ടന്റാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂട്ടത്തിൽ വിനായകൻ ഡയറക്ടർ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യം, പിന്നെ നമ്മുടെ സജി ചെറിയാൻ സിനിമാ മന്ത്രി ഏത് വഴിക്കും രഞ്ജിത്തിനെ രക്ഷിച്ചെടുക്കുമെന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് രഞ്ജിത്ത് നമ്മുടെ ശ്രീലേഖ മിത്ര എന്ന് പറഞ്ഞ ആക്ട്രസിനോട് ചെയ്തതെന്ത്, അവർക്കുണ്ടായ ട്രോമ എന്താണ്, അവരതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ട് പുറത്തു പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ആൻഡ് ഈ കാര്യത്തിൽ ഡയറക്ടർ രഞ്ജിത്തിൻ്റെ ഒരു വേർഷൻ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ നടി പറയുന്ന കാര്യങ്ങളിലേക്ക് പോവാം. So then I got this offer via someone. So at that time I was in a very bad state mentally. My personal space was a little disheveled back then. So and I was asked to travel to Kochi in 2010. 2000, either in 2009 or in 2010. So I went. They had sent me a ticket. It was from here to Pondicherry or something like that. It was 2 flights I had to take. So that was all provided. I was put up in a nice hotel, 3-star, 5-star, I don't remember. And I was supposed to go. I met the director in the morning, and we had done some photo shoot. We spoke about films, and he was quite educated, knowledgeable, and we spoke about random. And I was in such a state. I spoke about my bit of personal life, the state I was in. Okay. അപ്പോൾ ഈ സിനിമയിലേക്ക് പാലേരി മാണിക്യം എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു ഓഡീഷൻ പ്രോസസ്സ് എന്തിനാണ് ഈ നടിക്ക് വെച്ചെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്ഫുൾ ആവുന്നത്. കാരണം ഇവർ ആ ടൈമിൽ തന്നെ, ഇവരെ 2009, 2010 ഇവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ അത്യാവശ്യം വെൽ നോൺ ആക്ട്രസ് ആണ്. അങ്ങനെ ഒരു വെൽ നോൺ ആക്ട്രസിന് ഒരു ഓഡീഷൻ ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. മേ ബി അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിരിക്കാം. എന്താണെങ്കിലും വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ഈ ടൈമിൽ അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് കുറേ പേഴ്സണൽ ഇഷ്യൂ കാരണം അവർ കുറച്ച് മെൻ്റലി ഒരു ഡൾ സ്റ്റേജിലായിരുന്നു. അപ്പോൾ അവർ ഡയറക്ടറുമായിട്ടൊക്കെ ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ച് കുറേ സിനിമയുടെ കാര്യമൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളത്. പോയിന്റ് നമ്പർ 1, അവർ ലൈഫിൽ വളരെ ഒരു ലോ സ്റ്റേജിലാണ്, മെൻ്റലി കുറേ ഡള്ളാണ്. അവരവരുടെ ലൈഫിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ, ഓക്കെ, ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫ് മൊത്തം അവരവിടെ ഷെയർ ചെയ്തു എന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, ഇവർ ലൈഫിൽ അത്യാവശ്യം ഇങ്ങനെ ഹസ്ബൻഡുമായിട്ടുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ നിൽക്കുന്നു, ഇവർ കുറച്ച് മെൻ്റലി ഡള്ളാണ്, ഇവർ അങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകണമെന്നുള്ളത് ഓപ്പോസിറ്റുള്ള ഡയറക്ടർക്ക് മനസ്സിലാവും, ഇല്ലേ? If I'm not mistaken, his name is Ranjit. Director Ranjit, and he... The movie is Paleri Manik. Probably. I was supposed to act with Mr. Mammootty, so it was very big for me. So we kind of struck a chord and also, and then I was again called in the evening. The producer would come, few other members of the crew would come, and a nice gathering, you know. And he was on a phone call. There were many people there. There were apparent some drinking, whatever was going on, which is fine. Yeah, I mean, I was not that alarmed back then. And then he was on a phone call with a cinematographer with whom I had worked before, and Buddhadev Dashgupta's film. So he said, "Oh, hello, Srilekha. Yeah, Venu is there. You want to talk to him?" I said, "Yeah, sure. Okay, come. I thought maybe he was calling me to the other room because there were a lot of people, there were a lot of noise. So I followed him. So his bedroom was dark and there was this adjoining balcony, and he went there and I followed him. And I was dressed in a churidar, very Indian, with a lot of bangles and stuff, and he was standing beside me and he was playing with my bangles, you know, touching my skin, you know, as if accidentally and stuff. So we women, we have this sixth sense. We know touch, or we know what's happening around you.
So I felt little uncomfortable because I'm not in that friendlier zone with him that he could, just play with my bangles. But I was trying to give him that benefit of doubt. I thought maybe I'm overthinking about this. Maybe he just wants to, see my bangles. Maybe Kerala. Whatever. I don't know what I was thinking. So, but I was not feeling okay with it. I was not comfortable with it, and it was dark, very dimly lit room. And so I was, trying to talk, and I was play acting. And then all of a sudden, after he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair, which was not done. So I excused myself. I got out of the room. അവർക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഈ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അവരൊരു സ്ഥലത്ത് കൂടുന്നു. അവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നവരുണ്ട്, പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വന്നവരുണ്ട്. രഞ്ജിത്ത് ഉണ്ട്, ഈ ലേഡി പോയി. അതിനുശേഷം ഒരു ഫോൺ കോളിൽ രഞ്ജിത്ത് പെട്ടെന്ന് ഈ ലേഡിയായിട്ട് ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഒരാളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ അയാളുടെ ഫോണിൽ സംസാരിക്കണമെന്ന് ചോദിക്കുന്നു. ആ ഫോൺ കൊടുക്കുന്നു, ഈ ലേഡി സംസാരിക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു കുറച്ച് ഡാർക്കായിട്ട് ഡൾ ആയിട്ടുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാൽക്കണിയിലേക്കാണ് ഇവർ പോയത്. അപ്പോൾ ആ ടൈമിൽ ഇവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിലെ വളകളിലൂടെ കളിക്കുന്നു. ഇങ്ങനെ വളകൾ തട്ടി കളിക്കുന്നു. അതിനുശേഷം ഇവർ ഈ വളകൾ തട്ടി കളിച്ചതിന് പ്രത്യേകിച്ച് എന്താ പറയുക, വേണ്ടാന്നോ കൈ തട്ടലോ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്തില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം ഓക്കെ ഞാൻ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കി മുടീൻ്റെ ഇടയിലേക്ക് ആക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പറയുന്നുണ്ട് ഒരു എന്താ പറയുക, ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇവർക്ക് പ്രത്യേകിച്ച് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പറ്റും, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റണമെന്നുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ ഇവർക്കത് സെൻസ് ചെയ്തു. ഇത് ഈ കഴുത്തിൻ്റെ ബാക്കിൽ മുടീൻ്റെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവരത് മാറ്റി സ്റ്റോപ്പ് ചെയ്യിച്ച് അവരെന്ത് ചെയ്തു, അവർ പുറത്തു പോകുന്നു എന്നാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So I called the assistant director or associate director, Sanjay. I forgot his name again. So I said that I'm not going to work in this film. And they were also asking me to go. Apparently they were shooting in Paris and some village in Kochi. So and when I told that I'm going to travel with my hairdresser, so they said no, we don't have that budget. And so that was also alarm, a red flag for me. So traveling alone with these people, I don't know any one of them. So I said no, I'm not comfortable, I'm not going to work. So I came back to the hotel, and I would never forget the night. It was very traumatic for me because back then I was not in talking terms with my husband then. So there was no one with whom actually I could share what I'm going through. So the one person with whom I could share this trauma that I'm going through, I was not being able to. And I was put up in a suite. I couldn't sleep the entire night, and the drawing room, the living area, I had to put chairs and sofas, on the door. I was thinking that maybe they might have a master key, or what would happen if 10 people comes and knocks at my door. So it was I don't know, I was just waiting for the daylight to break in and when I can just run away from this place. I called the producer and I told him, please make a ticket. I mean, I have come for your work, so you should pay my way back home. Since I'm not working, I'm not comfortable. So he didn't do any ticket for me. He didn't provide me any logistically anything. So I went back, I took a cab. That was traumatic. അവര് സഫർ ചെയ്ത കാര്യങ്ങളാട്ടോ പറയുന്നത്. റൂമിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഡോറിന്റെ ഫ്രണ്ടിൽ കുറെ എന്താ പറയാ കസേരയും സോഫയൊക്കെ കൊണ്ടുപോയി വെച്ച് ഇനി മാസ്റ്റർ കീ അവരെ കയ്യിലുണ്ടോന്ന് അറിയില്ലല്ലോ. ചവിട്ടി തുറന്ന് 10 ആൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിൽ ഭയം വന്നു. രാവിലെ ആവുന്ന ഒരു സമയത്തിന് ഞാൻ കാത്തു നിന്നു. രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി പ്രൊഡക്ഷനിൽ വിളിച്ചിട്ട് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ തിരിച്ച് ബുക്ക് ചെയ്ത് തന്നില്ല. പിന്നെ അവർ ക്യാബ് എടുത്ത് അങ്ങനെ പോയി എന്നാണ് അവർ പറയുന്നത്. അത് ഭയങ്കര ഒരു മോശം സിറ്റുവേഷൻ ആയിരുന്നു. അവർക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല, ഹസ്ബൻഡിനോടും നല്ല ടേംസിലായിരുന്നില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ രഞ്ജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് വരുമ്പോൾ തന്നെ അവർ പറ്റാതെ ഒരു ലൈക്ക് ഭയങ്കര ട്രോമയിലേക്ക് പോയി എന്നുള്ളത് അവർ കൃത്യമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഈ ലൈക്ക് എന്താ പറയുക വളയിൽ തൊടുന്നു, എന്നിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ
വളയിൽ തൊട്ടിതാക്കുന്നു, പിന്നെ മെല്ലെ കൈ കഴുത്തിൻ്റെ ബാക്കിലേക്ക് പോകുന്നു, മുടികളിൽ തൊടുന്നു. മനസ്സിലായോ? ഇത് നിങ്ങൾ ഓർത്തു വെച്ചോ. ഇനി രഞ്ജിത്ത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത ആ ഒരു വീഡിയോയും കൂടി ഞാൻ 2 പോർഷൻ ഉണ്ട്, അതും കൂടി ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഈ ആരോപണം ഉന്നയിച്ചെന്ന് പറയുന്ന ശ്രീലേഖ മിത്ര, ഇവര് 2009 ഞാൻ പാലേരി മാണിക്യം സിനിമയ്ക്കുണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന കാലത്ത്, അതിനകത്ത് ആ സിനിമ കണ്ടിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്കറിയാം, 2 സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു ശരീരത്തിനെ കുറിച്ചൊന്നും കോൺഷ്യസ് അല്ലാതെ, അതിനകത്താണെങ്കിൽ ഒരു മാണിക്യം എന്ന ക്യാരക്ടർ ചെയ്യുന്ന വളരെ സജസ്റ്റീവായിട്ടാണ് പ്ലാൻ ചെയ്തെങ്കിലും ഒരു റേപ്പ് സീൻ അങ്ങനെയുണ്ട്. പിന്നെ ചീരുവിൻ്റെ ഒക്കെ ഒരു ബോഡി ലാംഗ്വേജും വേഷവും. അപ്പം ചീരു എൻ്റെ മനസ്സിൽ ശ്വേതാ മേനോൻ എന്നുള്ളൊരു ഏതാണ്ട് തീരുമാനം ഉണ്ടായിരുന്നു. ഇനി കുറെ കൂടെ ബെറ്റർ ചോയ്സ് കിട്ടുമെങ്കിൽ ഏത് സിനിമ ഫിലിം മേക്കറും ആലോചിക്കുമല്ലോ. അങ്ങനെയുള്ള സമയത്താണ് ഈ മലയാളി പെൺകുട്ടികൾക്ക് ഇതിനോട് ഒരു ചെറിയ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണൻ പറഞ്ഞു, ശങ്കരെ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും പരിചയമുള്ള, ശങ്കറിനും പരിചയമുള്ള ജോഷി, നമ്മുടെ ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ, കൊൽക്കത്തയിൽ താമസിക്കുന്ന ജോഷി എൻ്റെ പഴയ സുഹൃത്താണ്. ജോഷി വഴിയാണ് ശങ്കർ എന്നോട് പറഞ്ഞത്, അങ്ങനെ ജോഷിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട്. അങ്ങനെ അവരിന്ന് പടങ്ങളിൽ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒന്നിൻ്റെ ക്യാമറാമാൻ എനിക്കറിയാവുന്ന വേണുവാണ്. അങ്ങനെ ഞാൻ വേണുവിനോടും വിളിച്ച് ചോദിച്ചു. വേണു നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഇവരെ ഒന്ന് കാണാം എന്ന് തീരുമാനിച്ച് വരികയും എറണാകുളത്തെ DD നെസ്റ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഫ്ലാറ്റിലാണ് അവർ വരുന്നത്. അവർ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒപ്പം ശങ്കർ രാമകൃഷ്ണനുണ്ട്, എൻ്റെ മറ്റ് അസിസ്റ്റൻസ് ഉണ്ട്, വേറെ ഏതൊരു സുഹൃത്തുക്കളാരും ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ആ സുഹൃത്തുക്കളൊക്കെ അങ്ങ് മാറി പുറത്തേക്ക് നിന്നു. ഇവർ വന്നിരുന്നിട്ട് ശങ്കറും ഞാനും എൻ്റെ അസിസ്റ്റൻസും ഇരിക്കുമ്പോൾ ശങ്കറാണ് ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ഇവരുടെ ശരീരം, ഇവരത് കേൾക്കുന്ന, ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ കഥ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ശങ്കറിൻ്റെ റൂമിൻ്റെ ബാൽക്കണി, എൻ്റെ റൂമിൻ്റെ അല്ല, അവിടെ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. ഇവർ വരികയും ഇവരെന്നോടൊരു സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. ഇവരെ ഏത് ക്യാരക്ടർ, ചീരു അല്ല, അത് ശ്വേത തന്നെ മതി, പിന്നെ മാണിക്യം അത് കുറച്ചും കൂടെ ഒരു പ്രായം കുറവ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള കൺഫ്യൂഷനൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ കഥയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ സിഗരറ്റ് കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് നടന്നു, അവരും പുറകെ വന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം കൊണ്ട് സംസാരിച്ചിട്ട് ഇവർ പോയി. ഇതാണ് രഞ്ജിത്തിൻ്റെ വേർഷൻ. രഞ്ജിത്തിൻ്റെ വേർഷൻ കേട്ടിട്ട് 1-2 കാര്യങ്ങൾ, അതായത് ഒന്ന് ഇവരെ കണക്ട് ചെയ്ത ജോഷി എന്ന് പറഞ്ഞ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ലേഡി അനുഭവിച്ച കാര്യങ്ങൾ ഈ വ്യക്തിയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ട്രോമ സിറ്റുവേഷനിൽ കണ്ടൊരു വ്യക്തിയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വെക്കുന്നുണ്ട്. സോ അവിടെ രഞ്ജിത്തിൻ്റെ എല്ലാ വാദവും പൊളിയാണ്. ഓക്കെ, അവിടെ ജോഷി അത് പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. വേണു എന്ന് പറഞ്ഞ ഒരാളെ ഫോൺ വിളിച്ചിട്ടാണ് ബാൽക്കണിയിലേക്ക്, ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി, കുറച്ച് ഡാർക്കായിട്ടുള്ള റൂമിൻ്റെ ബാൽക്കണി, അത് രണ്ടും ഈ രഞ്ജിത്ത് പറയുന്ന കാര്യത്തിലും ലേഡി ആക്ട്രസ് പറയുന്ന കാര്യത്തിലും ആ റൂമും ഉണ്ട്, ബാൽക്കണി ഉണ്ട്. ഇവിടെ സിഗരറ്റ് ഉണ്ട്, അവിടെ സിഗരറ്റ് ഇല്ല. ആ ലേഡിയുടെ വേർഷനിൽ സിഗരറ്റ് ഇല്ല, ഇവിടെ സിഗരറ്റ് രഞ്ജിത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഫോൺ വിളിച്ചിട്ടാണ് പോകുന്നതെന്ന് പറയുന്നു. ആ ലേഡി സംസാരിച്ചിട്ടാണ് റൂമിലേക്ക് പോകുന്നതെന്ന് പറയുന്നു. ഇവിടെ രഞ്ജിത്തിൻ്റെ ഫ്ലാറ്റാന്ന് തന്നെയല്ലേ പറഞ്ഞത്. രഞ്ജിത്തിൻ്റെ ഫ്ലാറ്റിൽ ശങ്കറിൻ്റെ റൂം, അതിനങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ഒരു ആവശ്യം. കാരണം ആ ലേഡി അവിടെ പറഞ്ഞത് മേ ബി ഇയാളുടെ റൂമിലേക്ക് കൊണ്ടുപോയി, ആ ഡാർക്കായിട്ടുള്ള അയാളുടെ റൂമിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്. രഞ്ജിത്ത് ഈ പറഞ്ഞ എൻ്റെ ഫ്ലാറ്റ് പക്ഷേ ശങ്കറിൻ്റെ റൂമാണ്. ഓക്കെ, എനിക്ക് അതുപോലെ തോന്നി. അത് ആ ഒരു അപ്പുറത്ത് ആ ലേഡി പറഞ്ഞ കാര്യങ്ങളെ കട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നുള്ളൂ. ഇവിടെ പേര് പറയുമ്പോൾ തന്നെ, ഈ ലേഡിയുടെ പേര് പറയുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യത്തിൻ്റെ സ്വരമൊക്കെ രഞ്ജിത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് സ്ട്രെസ് ചെയ്ത് ആ പേര് ഭയങ്കര ദേഷ്യം പിടിച്ച് പറയുന്ന പോലെ. അപ്പം അങ്ങനെ ഇതാണ് രഞ്ജിത്തിൻ്റെ വേർഷൻ. ഈ രഞ്ജിത്തിൻ്റെ വേർഷനകത്ത് പോകുന്നു, സിഗരറ്റ് വലിക്കുന്നു, തിരിച്ചു വരുന്നു. പിന്നെ രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. ഈ സിനിമ പാലേരി മാണിക്യം സിനിമയിലെ 2 ഫീമെയിൽ ക്യാരക്ടേഴ്സ്, ആ ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ആ റോളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കണം ആ സിനിമയിൽ എന്നുള്ളതൊക്കെ പാലേരി മാണിക്യം നമ്മൾ കണ്ടവരാണ്. അപ്പോൾ ഇവർ ഈ കഥ കേൾക്കുന്ന സമയത്ത് ഇവരുടെ ആക്ഷൻസ്, അട്രിബ്യൂട്ട്സ്, ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഇവരുടെ ചലനങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന രഞ്ജിത്താണ്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന രഞ്ജിത്ത്.
ആൻഡ് രഞ്ജിത്ത് അവിടെ പോയി ചെയ്തത് വളയിലൂടെ ഇങ്ങനെ കൈ തട്ടുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെയാണ് രഞ്ജിത്ത് അവിടെ ചെയ്തതെന്നാണ് ആക്ട്രസ് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വിനായകൻ, ആക്ടർ വിനായകൻ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം ഞാനിവിടെ പ്ലേ ചെയ്യാം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം, രഞ്ജിത്ത് പല രീതിയിലും ഈ അവാർഡ് നിർണ്ണയത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു ആരോപണം സംവിധായകൻ വിനയൻ നടത്തുകയുണ്ടായി. അതിനെ സാധൂകരിക്കുന്ന വിധം ജൂറി അംഗമായിട്ടുള്ള നിയമം പുഷ്പരാജിൻ്റെ അടക്കം ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരികയുണ്ടായി. വിനായകൻ എന്താണ് ഇതിനു? ആക്ച്വലി ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ പുള്ളിനൊക്കെ നേരത്തെ തന്നെ തുടച്ചു കളഞ്ഞതാണ്. ലീല എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ലീല ബിജുമേനോൻ കണ്ടിട്ടുണ്ടോ? മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? വിനായകനെ ഇതാണ് ഭയങ്കര ക്രിയേറ്റിവിറ്റി എന്നാ. ഇനി ഞാൻ ഇത് പറഞ്ഞ് ഇപ്പൊ ഇതിന് ചോദിച്ചോണ്ട് ഞാൻ പറയണേ, ദിനു ആനനെ തൊട്ടിട്ടുണ്ടാ? സത്യം പറ. സത്യം തൊട്ടുണ്ട്. ആനയുടെ തുമ്പിക്കയിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ കെടുത്തുക എന്ന് പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാര് എന്ത് ഭീകരന്മാരാന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെയൊക്കെ മനസ്സിലെ ട്രിപ്പാണ് എഴുത്തുകാരൻ്റെ. എന്നിട്ട് ഇതിന് അവാർഡും കൊടുക്കണം. ഞാൻ പറഞ്ഞ അത്രയും ഉണ്ടോ? അതിന്റെ ഇരട്ടിയല്ലേ ഈ ഭീകരത. ഒരു സ്ത്രീയെ നഗ്നയാക്കി ആനയുടെ ഇങ്ങനെ കിടത്തിയിട്ട് അവളെ എന്താ ഭോഗിക്കുക എന്ന്. അത്രയും മോശപ്പെട്ടവനല്ല വിനായകൻ. എന്നിട്ട് ഇത് എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്ന് പറഞ്ഞ ലേബിൾ കൊടുക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാരെ പൊളിച്ചു കളയണം. ഇവരാണ് സമൂഹത്തിന്റെ വേസ്റ്റ്. ഇവന്മാരാണ് സമൂഹത്തിനെ നശിപ്പിക്കുന്നത്. പേര് ഞാൻ പറയണില്ല, ആരാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ല, എന്താണ് ഈ രഞ്ജിത്തുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം? എങ്ങനെ ഉണ്ടായതാണ്? ലീല എന്ന് പറഞ്ഞ പടം വലുതാന്ന് പറയുന്ന ഒരു സമൂഹത്തിനോട് എന്ത് പറയാനാണ്? എന്നിട്ട് ഇവര് പെണ്ണുങ്ങളെ സൂക്ഷിക്കാൻ നടക്കുന്ന മനുഷ്യരായി മാറുന്നതാണ്. ലീല എന്ന് പറഞ്ഞൊരു പടം മുത്തുച്ചിപ്പി വെറും മുത്തുച്ചിപ്പി. മുമ്പ് പത്മ തിയേറ്ററിന്റെ മുമ്പിൽ ചെന്നാൽ കാണാം മുത്തുച്ചിപ്പി ഇങ്ങനെ ഇട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളതാ. അതിന്റെ അത്രയും പോലും ക്വാളിറ്റി ഇല്ല അതിന്. അത് ഇരുന്ന് സംസാരിക്കണ ജയനെ പോലെ. ഇവരേത് സമൂഹത്താണ് ജീവിക്കുന്നത്? പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. എന്താ പുള്ളിക്ക് ഞാൻ ഉത്തരം വെച്ചത് പിന്നീട് ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, ലീല സിനിമയിലെ ആ ഒരു സീനിൻ്റെ കാര്യമൊക്കെ പറയുന്നു. അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ളവരുടെ ആ ഒരു വാവ്, എന്തൊരു ക്രിയേറ്റിവിറ്റി എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷെ അതങ്ങനെയല്ല, ഒരു മുത്തിച്ചിപ്പി ലെവൽ സാധനമാണെന്ന് പറയുന്നു. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറ. ഓക്കെ, നിങ്ങൾ ഇതും കണക്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ ആ ലേഡി പറഞ്ഞ വളയിലൂടെ തഴുകുന്നു, കഴുത്തിലും മുടിയിലുമൊക്കെ ഇങ്ങനെ വിരലുകൾ ഓടിക്കുന്നു. രഞ്ജിത്ത് അവിടെ പറയുന്നു, ഞാൻ ആ 2 ക്യാരക്ടേഴ്സിൻ്റെ മനസ്സിൽ ആവാഹിച്ച് വെച്ചിരുന്നു. പാലേരി മാണിക്യത്തിൽ ആ 2 സ്ത്രീ കഥാപാത്രങ്ങളുടെ ഇതിലേക്ക് ഇവർ കഥ കേൾക്കുമ്പോഴവരുടെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ ഞാനിത് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഞാൻ നേരെ പോകാൻ പോണത് നമ്മുടെ സജി ചെറിയാൻ, മിനിസ്റ്റർ സജി ചെറിയാൻ ഈ ഒരു ഇഷ്യൂവിൽ. ഓക്കെ, രഞ്ജിത്തിനെ കുറിച്ച് വന്ന ആരോപണങ്ങളിൽ എന്താണ് പറയണേ എന്നുള്ളത്. കാരണം സിനിമാ മന്ത്രിയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് വേണ്ടി ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുന്നത്. ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരൻ രഞ്ജിത്തിന് പ്രതിരോധം തീർത്ത് സർക്കാർ. എങ്ങനെ ഇരിക്കുന്നു? രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടെ ആരോപണത്തിൽ കേസെടുക്കാനാകില്ല, പരാതി തരണം മന്ത്രി സജി ചെറിയാൻ. ആൻഡ് സജി ചെറിയാൻ ഇതിലും കൂടുതലൊന്നും പറയില്ലടേ. സജി ചെറിയാൻ ഇതിലും കൂടുതൽ എന്ത് പറയാൻ? സജി ചെറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ദ പ്രോ കള്ളൻ. എനിക്ക് അത്ര അങ്ങേരെ കുറിച്ച് തോന്നിയിട്ടുള്ളൂ. ഇന്നലെ ഇത് തരത്തിൽ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ ഞാനും കണ്ടു. അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി അവരുടെ ആരോപണവും അല്ലെങ്കിൽ അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ. വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഗവൺമെൻറ് ചെയ്യും. നിങ്ങൾ നിയമം പഠിച്ചിട്ടുള്ള ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണെന്ന് എൻ്റെ ധാരണ. ഏതെങ്കിലും ഒരാൾ ആരെപ്പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? സുപ്രീം കോടതിയുടെ പല കാര്യത്തിലുള്ള വിധികൾ അത്തരത്തിൽ ഒരു കേസെടുത്താൽ ആ കേസ് നിലനിൽക്കില്ല എന്ന് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
ആർക്കാണോ ആരോപണം, ആർക്കെതിരെയാണോ അവർ പരാതി തരിക. ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം അത് ഉന്നയിച്ചല്ലോ. ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിന് ബുദ്ധിമുട്ടില്ല. പരാതി തന്നാൽ അത് നിയമാനുസൃതമായ നടപടി പരാതി തന്നാൽ സ്വീകരിക്കാം. എത്രയും ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെ ഞങ്ങൾ ഏത് വഴിക്കും സേഫാക്കാനുള്ള പരിപാടികൾ ചെയ്തു വയ്ക്കും. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല. SFIയിൽ തുടങ്ങിയതാണ് ജീവിതം, അതുകൊണ്ട് അതൊന്നും വിഷയമല്ല. അപ്പൊ പിന്നെ ഇതും വലിയ വിഷയമൊന്നും ആവില്ല. പാർട്ടിക്കാരാണല്ലോ ഭരിക്കുന്നേ, അതുകൊണ്ട് അത് വിഷയമാവില്ല. അത് അജീജറിയാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി 2022 എഗെയിൻ രഞ്ജിത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഷഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ് ആ ഒരു കുറിപ്പ് എഴുതിയിട്ടത് രഞ്ജിത്തിനെതിരെ. രഞ്ജിത്ത് ഒരു വേദിയിൽ മദ്യപിച്ച് വന്നിരുന്ന് അതിനെക്കുറിച്ചിട്ടാണ് ആ ലേഡി ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലേഡി പറഞ്ഞ കാര്യം കൂടി ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ പറഞ്ഞതുപോലെ ശ്രീ രഞ്ജിത്ത് പ്രഗത്ഭനായ വ്യക്തിയായിരിക്കാം, ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിയായിരിക്കാം, അതിലൊന്നും എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയുണ്ട്, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി കോഴിക്കോട് ടൗൺ ഹാളിലുള്ള ഒരു പൊതുപരിപാടിയിൽ, ഞാനും അതിഥിയായിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ മദ്യപിച്ച് ലെക്ക് കെട്ട് അങ്ങേയറ്റം അടുത്തിരിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം അന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് 2022 ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അന്ന് ഞാനത് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ തൊഴിലിടത്തിൽ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ച് പരാതിപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്നും നിയമപരമായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ, എഴുത്തുകാരൻ VR സുധീഷിനെ വളരെ ചലച്ചിത്ര അക്കാദമിയുടെ ചടങ്ങിൽ പോലും പങ്കെടുപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ രഞ്ജിത്ത് എന്ന്, വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ പോസ്റ്റ് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. രഞ്ജിത്തിനെതിരെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാടധികം ആരോപണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ രഞ്ജിത്തിൻ്റെയും ഈ നടിയുടെയും ഈ ഒരു ഇഷ്യൂ, ഈ നടിയുടെ തുറന്നു പറച്ചില്, ഒരു ജോഷി ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേര് രഞ്ജിത്തും പറയുന്നുണ്ട് ഇല്ലേ? ഈ നടിയിലേക്ക് കണക്റ്റ് ആക്കി കൊടുത്ത ആ ഒരു വ്യക്തി. ഓക്കെ, ആ വ്യക്തിയുടെ വീഡിയോ കൂടി ഞാനിവിടെ വയ്ക്കാം. അപ്പോൾ ആ വ്യക്തി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ലേഡി അനുഭവിച്ച ഒരു ട്രോമ കണ്ടതാണ്, അതിന് കൂടെ ഞാനും സഞ്ചരിച്ചതാണ്, അന്ന് തന്നെ അവരിത് പറഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ തമ്മനത്തുള്ള വീട്ടിലാണ് അവർ വന്ന് താമസിച്ചത്. ഞാൻ കൊച്ചിയും കൽക്കട്ടയുമായിട്ട് ഷട്ടിലടിക്കുകയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അന്ന് അമ്മച്ചിയെ കാണാൻ വേണ്ടി വന്ന് രാത്രിയിൽ പിറ്റേ ദിവസം കാലത്ത്, അപ്പോൾ ശ്രീലേഖ ഇവിടെ ഉള്ള കാര്യം എനിക്കറിയില്ല. ശ്രീലേഖയെ വിളിക്കുമ്പോൾ ശ്രീലേഖയുടെ വർത്തമാനത്തിൽ നിന്നും അവരുടെ, നമ്മളെപ്പോഴും ടോൺ ഡെഫ് ആണല്ലോ, അവരുടെ ടോണിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമനുസരിച്ച് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുമ്പോഴാണ് ആർ യു ഇൻ കൊച്ചി? അത് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഇവർ താമസിക്കുന്നതെന്ന് അവർക്ക് സ്ഥലമൊന്നും പറഞ്ഞുകൂടാ. അത് ഈ DD നെസ്റ്റിൻ്റെ അപ്പുറത്തുള്ള സ്ഥലമാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ ഒരു ഹോട്ടലേ ഉള്ളൂ, എടശ്ശേരി ബാറിൻ്റെ ഇപ്പുറത്തുള്ള ഹോട്ടലിൽ. ഞാൻ ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവരാകെ മെലങ്കോളിക്കാണ്, ഇവർ സംസാരിക്കാൻ തന്നെ പ്രയാസമുള്ള രീതിയിൽ ആണ്, രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവിടെ വെച്ച് എന്നോട് ഇന്നിപ്പോൾ വളരെ വിശദമായി ചാനലുകളിൽ അവർ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ചുരുക്കം, അതിൽ ചുരുക്കം എന്ന് ഞാൻ ഓർത്തിരിക്കുന്നത്, ചർച്ചയ്ക്ക് വേണ്ടി രഞ്ജിത്തുമായിട്ട് നിൽക്കുകയോ ചെയ്യുമ്പോൾ ഇവർ സിഗരറ്റ് വലിക്കുന്ന ഒരു ആളാണ്. ബംഗാളി സ്ത്രീകൾ പലരും സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകൾ അവൈലബിളാണ് എന്നൊരു സിഗ്നൽ ആണ് മലയാളിക്ക് കിട്ടുന്നത്. അങ്ങനെ എന്നെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് അവർ ചോദിച്ചത്, അങ്ങനെയാണോ നിങ്ങൾ മലയാളികൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണ് ഈ അഡ്വാൻസ് ചെയ്യുന്നത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ്. ഒരു സ്ത്രീയായ സുജയ്ക്ക് മനസ്സിലാവുമല്ലോ, ഒരു ടച്ചിൽ നിന്നുമാണ് നമ്മൾ അതിൻ്റെ സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഞാൻ എൻ്റെ അമ്മച്ചിയോട് ഇത് പറയുന്നില്ല, കാരണം അല്ലെങ്കിൽ തന്നെ സിനിമാക്കാർക്ക് ചീത്തപ്പേരാണ്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ വലിയ കൊലകൊമ്പന്മാരെയൊന്നും ആവശ്യമില്ലാത്ത ക്ഷമപരീക്ഷണ ചിത്രങ്ങൾ എന്ന് വിളിക്കാവുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അമ്മച്ചിയോട് പറയുന്നില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവർ ഈ വീടിൻ്റെ അവിടെ ഇപ്പുറത്ത് ഒരു വലിയ ഈ നിൽക്കുന്ന മാവിൻ്റെ
അന്ന് കൊമ്പ് വെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന മാവിൽ മാങ്ങയുണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ അവരിങ്ങനെ മാങ്ങയെ തട്ടുമ്പോഴാണ് ആദ്യമായിട്ട് അവരുടെ മുഖത്തുള്ള ആ ഒരു മെലങ്കുളി ഒരു സോഫ്റ്റായി മാറിയത്. അതിനുശേഷം അമ്മച്ചിയോടും ഒക്കെ വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അവരിവിടെ ഉള്ളൊരു ദിവാൻ കോട്ടിൽ കിടന്ന് ഉറങ്ങി. ടിക്കറ്റ് ഇവർ തിരിച്ചു കൊടുക്കുന്നില്ല, തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നില്ല. അത് ബുക്ക് ചെയ്ത് അങ്ങനെ തിരിച്ചു പോകും. സംഭവത്തിന് ശേഷമുള്ള, ഭൂകമ്പത്തിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ ഷോക്സ് എന്ന് പറയുമല്ലോ, ഈ ആഫ്റ്റർ ഷോക്സ് മൊത്തം ഞാനും അബ്സോർബ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ജോഷി പറയുന്നു ഈ നടി പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ് എന്നും രഞ്ജിത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചുണ്ടായ ശ്രീലേഖയ്ക്കുണ്ടായ ആ ഒരു ശ്രീലേഖ അനുഭവിച്ച ആ വിഷയങ്ങൾ ജോഷിക്ക് കൃത്യമായിട്ട് അന്ന് തന്നെ അറിയാം. അപ്പം പിന്നെ ഇനി രഞ്ജിത്തിനെതിരെ ഇനി കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലേഡി തന്നെ നേരിട്ട് സ്റ്റേഷനിൽ എന്ന് പറയണം എന്നൊക്കെ മന്ത്രി പറയുമ്പോൾ എന്ത് പറയാനാണ് ഇവിടെ? ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ എന്താ പറയുക, ഒരു കൂട്ടം ആളുകൾ, അത് രാഷ്ട്രീയമായിട്ട് അവർ ബന്ധിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഇല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തികളിലൂടെ തമ്മിൽ ഒത്തുചേർന്ന് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇതിപ്പോൾ വിനായകൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്, സത്യത്തിൽ രഞ്ജിത്തിനെ കുറിച്ച് വിനായകൻ പറഞ്ഞൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ ലേഡി പറയുന്ന കാര്യങ്ങൾ അതെന്താ പറയുക, ഞാനത് വീഡിയോയിൽ ഇപ്പം തുറന്നു പറയാത്തതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു എഴുത്തുകാരൻ, ഒരു ഡയറക്ടർ, അയാൾ ഇനി എന്തിൻ്റെ ഒക്കെ, ഞാൻ ഈ ലഹരി എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ ബാക്കി നിങ്ങളെ വഴിക്ക് ഊഹിച്ചോ, അങ്ങനത്തെ ഒരു മേ ബി ആ ഒരു സാധനം അതിനി സിനിമ തന്നെ, സ്വന്തം ഇത് കഥ തന്നെ ആയിരിക്കാം ഒരു ലഹരിയായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും എന്തോന്നാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പം അങ്ങനെയാണെങ്കിൽ പോലും എന്തും ചെയ്യാന്നാണോ? അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഇനി ഇതെന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, എത്രയൊക്കെ ഇനി വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല. ഇവരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്, ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളുണ്ട്. ലാസ്റ്റ് പറയും ഇത് സോഷ്യൽ മീഡിയയിലാണ് പറയണ്ടേ, അല്ല ചാനലിലാണ് പറയണ്ടേ, പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറയൂ. അപ്പം കേസ് വന്നാൽ നോക്കാം. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കേസുകളിലൊക്കെയാണ് തീരുമാനമാക്കിയിട്ട്